സാപിയൻസ് മനുഷ്യരാശിയുടെ ഒരു സംക്ഷിപ്ത ചരിത്രം. പുസ്തകസംഗ്രഹം. ആമുഖം. ഹോമോ സാപ്പിയൻസിന്റെ യാത്ര. യുവാൽ നോഹ ഹരാരിയുടെ സാപിയൻസ് മനുഷ്യരാശിയുടെ ഉദയം മുതൽ ഇന്നുവരെയുള്ള നമ്മുടെ ഇനമായ ഹോമോ സാപ്പിയൻസിന്റെ ചരിത്രം പര്യവേക്ഷണം ചെയ്യുന്നു. ഹരാരി മനുഷ്യചരിത്രത്തെ രൂപപ്പെടുത്തിയ പ്രധാന സംഭവവികാസങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. നമ്മൾ എങ്ങനെ പരിണമിച്ചുവെന്ന് പര്യവേക്ഷണം ചെയ്യുന്നു. സമൂഹങ്ങളുടെ സൃഷ്ടി, നമ്മെ ഇന്നത്തെ നിലയിലേക്ക് നയിച്ച ശക്തികൾ. വിവരണത്തെ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. വൈജ്ഞാനിക വിപ്ലവം, കാർഷിക വിപ്ലവം, മനുഷ്യരാശിയുടെ ഏകീകരണം, ശാസ്ത്രീയ വിപ്ലവം. ഭാഗം 1. വൈജ്ഞാനിക വിപ്ലവം. ഏകദേശം 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ സാപ്പിയൻസ് വൈജ്ഞാനിക കഴിവുകളിൽ കാര്യമായ പരിവർത്തനത്തിന് വിധേയമായി. ഇത് സങ്കീർണമായ ഭാഷ, ഭാവന, ആശയവിനിമയം എന്നിവയുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചു. ഈ വിപ്ലവം മനുഷ്യർക്ക് കഥകൾ പങ്കുവയ്ക്കാനും മിഥ്യകൾ കെട്ടിപ്പടുക്കാനും വൻതോതിൽ സഹകരിക്കാനും നമ്മെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വേറിട്ടു നിർത്താനും പ്രാപ്തമാക്കി. ദൈവങ്ങൾ, രാഷ്ട്രങ്ങൾ, പണം എന്നിങ്ങനെയുള്ള പങ്കിട്ട ഫിക്ഷനുകളിൽ വിശ്വസിക്കാനുള്ള നമ്മുടെ കഴിവ് ഞങ്ങളുടെ വിജയത്തിൽ നിർണായക ഘടകമാണെന്ന് ഹരാരി അഭിപ്രായപ്പെടുന്നു. അദ്ദേഹം എഴുതുന്നു, നമ്മുടെ കൂട്ടായ ഭാവനയിലല്ലാതെ ദൈവങ്ങളോ രാജ്യങ്ങളോ പണമോ മനുഷ്യാവകാശങ്ങളോ ഇല്ല. ഈ പങ്കിട്ട വിശ്വാസങ്ങൾ സമൂഹങ്ങളെ സംഘടിപ്പിക്കാനും നിയമങ്ങൾ സൃഷ്ടിക്കാനും സങ്കീർണമായ സാമൂഹിക ഘടനകൾ നിർമ്മിക്കാനും ഞങ്ങളെ അനുവദിച്ചു. ഭാഗം 2. കാർഷിക വിപ്ലവം. ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ തീറ്റ കണ്ടെത്തലിൽ നിന്ന് കൃഷിയിലേക്കുള്ള മാറ്റം മനുഷ്യചരിത്രത്തിൽ ഒരു സുപ്രധാന മാറ്റം അടയാളപ്പെടുത്തി. ഈ കാലഘട്ടത്തിൽ സസ്യങ്ങളെയും മൃഗങ്ങളെയും വളർത്തി സ്ഥിരതാമസമാക്കിയ സമൂഹങ്ങളിലേക്കും നാഗരികളുടെ ഉയർച്ചയിലേക്കും നയിച്ചു. എന്നിരുന്നാലും ഈ വിപ്ലവം ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് ഹരാരി വാദിക്കുന്നു. ജനസംഖ്യാ വളർച്ചയ്ക്കും സാങ്കേതിക പുരോഗതിക്കും ഇത് അനുവദിച്ചപ്പോൾ അത് സാമൂഹിക ശ്രേണികൾ, തൊഴിൽ ചൂഷണം, പലരുടെയും ജീവിത നിലവാരത്തിലുള്ള ഇടിവ് എന്നിവയിലേക്കും നയിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചന കാർഷിക വിപ്ലവത്തെ എങ്ങനെയാണ് ഹരാരി വിവരിക്കുന്നത്? അത് പ്രത്യക്ഷമായ പുരോഗതി കൈവരിച്ചെങ്കിലും അത് മനുഷ്യരെ കഠിനാധ്വാനത്തിന്റെയും മോശം ഭക്ഷണക്രമത്തിന്റെയും രോഗത്തിന്റെയും ഒരു ചക്രത്തിൽ കുടുക്കിയെന്ന് സൂചിപ്പിക്കുന്നു. ഭാഗം 3. മനുഷ്യരാശിയുടെ ഏകീകരണം. മനുഷ്യർ ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ അവർ വലുതും സങ്കീർണവുമായ സമൂഹങ്ങൾ രൂപീകരിച്ചു. പണം, സാമ്രാജ്യങ്ങൾ, മതങ്ങൾ എന്നിങ്ങനെ മനുഷ്യരാശിയെ ഏകീകരിച്ച ശക്തികളെ ഹരാരി പരിശോധിക്കുന്നു. വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ അഭൂതപൂർവമായ സഹകരണം ഈ നിർമ്മിതികൾ എങ്ങനെ അനുവദിച്ചുവെന്ന് അദ്ദേഹം എടുത്തുകാണിക്കുന്നു. പരസ്പര വിശ്വാസത്തിന്റെ ഏറ്റവും സാർവത്രികവും കാര്യക്ഷമവുമായ സംവിധാനമാണ് പണം എന്ന് ഹരാരി ഊന്നിപ്പറയുന്നു. പണം എന്ന ആശയം എങ്ങനെയാണ് സംസ്കാരങ്ങളിലും ഭാഷകളിലും വ്യാപാരം സാധ്യമാക്കിയത്? ഒരു പൊതു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കീഴിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളെ ഏകീകരിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മനുഷ്യ സമൂഹങ്ങളെ ഏകീകരിക്കുന്നതിലും സാമ്രാജ്യങ്ങൾ നിർണായക പങ്കുവഹിച്ചു. സാമ്രാജ്യങ്ങൾ പലപ്പോഴും അടിച്ചമർത്തൽ ആണെങ്കിലും സാംസ്കാരിക കൈമാറ്റങ്ങൾ, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ, വലിയ തോതിലുള്ള സഹകരണം എന്നിവ എങ്ങനെ സുഗമമാക്കി എന്ന് ഹരാരി ചർച്ച ചെയ്യുന്നു. മതങ്ങളുടെ വ്യാപനം മനുഷ്യരെ കൂടുതൽ ഏകീകൃതമാക്കി, പൊതുവായ ധാർമ്മിക നിയമങ്ങളും സ്വത്വബോധവും പ്രദാനം ചെയ്തു. ഭാഗം 4. ശാസ്ത്രീയ വിപ്ലവം. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ശാസ്ത്ര വിപ്ലവം ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. സ്റ്റീം എഞ്ചിൻ, വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങിയ അഭൂതപൂർവമായ സാങ്കേതിക പുരോഗതിയിലേക്ക് അറിവിന്റെ പിന്തുടരലും ശാസ്ത്രീയ രീതികളുടെ പ്രയോഗവും എങ്ങനെ നയിച്ചുവെന്ന് ഹരാരി പര്യവേക്ഷണം ചെയ്യുന്നു. വളർച്ചയ്ക്കും ലാഭത്തിനും ഊന്നൽ നൽകുന്ന മതം എന്ന് ഹരാരി വിശേഷിപ്പിക്കുന്ന മുതലാളിത്തത്തിന്റെ ഉദയവും ഈ കാലഘട്ടത്തിൽ കണ്ടു. ശാസ്ത്രവും മുതലാളിത്തവും എങ്ങനെയാണ് ആഗോള പര്യവേക്ഷണത്തെയും കോളനിവൽക്കരണത്തെയും നയിച്ചതെന്ന് ഹരാരി ചർച്ച ചെയ്യുന്നു. അറിവിനും വിഭവങ്ങൾക്കും വേണ്ടിയുള്ള അന്വേഷണം പ്രകൃതിയെയും മറ്റ് ജനങ്ങളെയും ചൂഷണം ചെയ്യുന്നതിലേക്ക് നയിച്ചു. പാരിസ്ഥിതിക തകർച്ചയും ആണവയുദ്ധത്തിന്റെ ഭീഷണിയും ഉൾപ്പെടെയുള്ള പുരോഗതിയുടെ ഇരുണ്ട വശം അദ്ദേഹം എടുത്തുകാണിക്കുന്നു.
ഹോമോ സാപ്പിയൻസിന്റെ ഭാവി. അവസാന അധ്യായങ്ങളിൽ ഹരാരി മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് ഊഹിക്കുന്നു. ബയോടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജനിതക എഞ്ചിനീയറിംഗ് എന്നിവ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം ചെയ്യുന്നു. ഈ മുന്നേറ്റങ്ങളെക്കുറിച്ച് രചയിതാവ് ധാർമ്മിക ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. നമ്മൾ ഒരു പുതിയ ജീവിയായി പരിണമിച്ചോ അതോ അമർത്യത കൈവരിക്കുമോ എന്ന് ചിന്തിക്കുന്നു. ചിന്തോദ്ദീപകമായ ഒരു ചോദ്യവുമായി ഹരാരി നമ്മെ വിടുന്നു. തങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് അറിയാത്ത, അസംതൃപ്തരും നിരുത്തരവാദപരവുമായ ദൈവങ്ങളെക്കാൾ അപകടകരമായ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഉപസംഹാരം: പരിവർത്തനത്തിലെ ഒരു സ്പീഷീസ്. നമ്മുടെ ജീവിവർഗത്തെയും നാം ജീവിക്കുന്ന ലോകത്തെയും രൂപപ്പെടുത്തിയ ശക്തികളെ പരിശോധിച്ചുകൊണ്ട് സാപ്പിയൻസ് മനുഷ്യചരിത്രത്തിന്റെ സമഗ്രമായ ഒരു അവലോകനം നൽകുന്നു. വൈജ്ഞാനിക, കാർഷിക, ശാസ്ത്രീയ വിപ്ലവങ്ങളെക്കുറിച്ചുള്ള ഹരാരിയുടെ പര്യവേക്ഷണം മനുഷ്യ പുരോഗതിയുടെ സങ്കീർണതയും നമ്മെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന പങ്കിട്ട ഫിക്ഷനുകളും വെളിപ്പെടുത്തുന്നു. നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാനും നാം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും പുസ്തകം നമ്മെ വെല്ലുവിളിക്കുന്നു. സാപ്പിയൻസിനെ സംഗ്രഹിക്കുമ്പോൾ ഹരാരിയുടെ വിശകലന സമീപനവും ചിന്തോദ്ദീപകമായ ഉൾക്കാഴ്ചകളും പകർത്തേണ്ടത് നിർണായകമാണ്. മനുഷ്യരാശിയുടെ സംഭവങ്ങളുടെ ഒരു ക്രോണിക്കിൾ മാത്രമല്ല, നമ്മുടെ അസ്തിത്വത്തിന്റെ സ്വഭാവത്തെയും ഒരു സ്പീഷീസ് എന്ന നിലയിൽ നാം തിരഞ്ഞെടുക്കുന്നതിനെയും പ്രതിഫലിപ്പിക്കുന്നു.